സ്വാശ്രയ കോളേജുകളിലെ അമിത ഫീസിനും തലവരിപ്പണത്തിനുമെതിരെ സമരം ചെയ്ത് പോലീസിന്റെ കൊടിയ മർദ്ദനത്തിന് ഇരയായി ഏറെ ചോര വീഴ്ത്തിയ നേതാക്കളാണ് 14-ാം കേരള നിയമസഭയുടെ സ്പീക്കർ ഉൾപ്പെടെ ഭരണപക്ഷത്തെ നിരവധി നേതാക്കൾ. എന്നാൽ സ്വാശ്രയം എന്ന വാക്കുപോലും മിണ്ടരുതെന്ന നിലയിലേക്ക് ഭരണപക്ഷം പ്രതിരോധത്തിലായി പോകുന്നതായിരുന്നു വെള്ളിയാഴ്ചത്തെ ചോദ്യോത്തരം. അൻവർ സാദത്ത് ആവേശത്തിലാകുന്നതാണ് ആദ്യം. ചോദ്യം നമ്പർ 122 ശ്രീ അൻവർ സാദത്ത്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ഉത്സവ സീസണുകളിലും അല്ലാത്ത ദിവസങ്ങളിലും ഹോർട്ടികോർപ്പ് പച്ചക്കറികൾ സംഭരിച്ച് വിപണിയിൽ എത്തിക്കാറുണ്ട്. കേരളത്തിൽ ലഭ്യമല്ലാത്ത പച്ചക്കറികൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹോർട്ടികോർപ്പ് സംഭരിച്ച് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് വ്യാപാരികൾ നൽകുന്നതിനേക്കാൾ 10% അധിക വില നൽകി കർഷകരിൽ നിന്നും സംഭരിക്കുകയും കമ്പോള വിലയേക്കാൾ 30% കുറവ് വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് 1350 ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തുകയും കർഷക ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ VFPCKയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ചു വരുന്ന 274 സ്വാശ്രയ കർഷക സമിതികൾ ലേലം വഴി വിപണനം നടത്തുകയാണ് ചെയ്തത്. ഹോർട്ടികോർപ്പിന് സംഭരിക്കുന്ന പച്ചക്കറികൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശ്രീ അൻവർ സാദത്ത്. സാർ, കേരളം ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. സാർ, പ്രതിപക്ഷത്തെ 5 MLA-മാർ ഇന്ന് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സഭയിൽ നിരാഹാര സമരം കിടക്കുകയാണ്. സാർ, ഈ സമരത്തിനെതിരെ സർക്കാർ നിലപാട് വളരെ ധിക്കാരപരമായ നിലപാടാണ് സാർ എടുത്തിരിക്കുന്നത്. സർക്കാർ ഇതിൽ വളരെ സമരത്തിനെതിരെ ധിക്കാരമായ നിലപാട് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഈ സമരത്തിന് നിലപാടെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ നൽകും. അതിൽ പ്രതിഷേധിച്ചു സാർ ഞങ്ങൾ ഈ ചോദ്യോത്തരം ബഹിഷ്കരിക്കുകയാണ് സാർ. ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നില്ല സാർ. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. പശുവിനെ കറക്കുന്ന പോലെ പ്രസംഗം തുടങ്ങി ദോശ ചുടുന്ന പോലെ അവസാനിപ്പിക്കുന്ന തിരുവഞ്ചൂരിന്റെ തോന്നലുകളാണ് ഇനി. നിൽക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ വയ്യ. അങ്ങനെ അടുത്ത ചോദ്യം ഉപചോദ്യം ചോദിക്കുന്നുണ്ടോ? സാർ, അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്ന അല്ല, അവരിരുന്നോളും. ശ്രീ അൻവർ സാദത്ത്, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങ് സംസാരിച്ചു കഴിഞ്ഞില്ലേ? അങ്ങ് അവിടെ ഇരിക്കൂ. അങ്ങ് പറയാനുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞില്ലേ? ഇരിക്കൂ. യഥാർത്ഥത്തിൽ ഇതാണ് ഇതിന്റെ ശരിയായ ചിത്രം. സാർ, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു എൻവയറമെന്റ് വേണ്ടേ? സാഹചര്യം വേണ്ടേ? പച്ചക്കറി പോലും കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയും സത്യഗ്രഹവും തമ്മിൽ ഒരു ബന്ധമില്ല സാർ. ചോദ്യം ചോദിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു പരിസ്ഥിതി ഇതിനകത്തുണ്ടാക്കണ്ടേ? സാർ, ഇവിടെ സർക്കാർ ഉണ്ട് എന്ന് മനസ്സിലായത് കൃഷിക്കാർക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ് സാർ. അതുവരെ കൃഷിക്കാരുടെ പച്ചക്കറി അല്ല സാർ, കൃഷിക്കാരന്റെ കരള് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അഴിമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. കൃഷിക്കാരന്റെ കരള് കരിയുന്നത് മാറ്റി കൃഷിക്കാരന്റെ കരൾ ഇപ്പൊ തുടിക്കുകയാണ് സാർ. ആ നിലയിലേക്ക് ആക്കിയിരിക്കുകയാണ്. പച്ചക്കറിയും സത്യഗ്രഹവും തമ്മിൽ ഒരു ബന്ധമില്ല സാർ. പച്ചക്കറി എന്നാൽ പച്ച നോട്ടിന്റെ സ്വാശ്രയ കച്ചവടമാണെന്നാണ് ബൽറാമിന്റെ തോന്നൽ. പച്ചക്കറി സംഭരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. സാർ, ഇവിടെ ഉത്സവ സീസണാണ് സാർ, ചാകരക്കാലമാണ് സാർ. അത് ഈ നാട്ടിലെ കർഷകർക്കല്ല, ഇവിടുത്തെ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകൾക്കാണ് സാർ. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കണ്ട. അവിടെ ഇരിക്കൂ. പ്ലീസ് ശ്രീ ബൽറാം, ഇരിക്കൂ. അങ്ങ് വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ഇരിക്കൂ. അദ്ദേഹം ചോദിക്കട്ടെ. പേര് അച്ചടിച്ചിട്ടാണ് ഞാൻ എണീറ്റിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ എണീറ്റിരിക്കുന്നത്. ചോദിക്കൂന്ന് സാർ, ഇവിടെ കർഷകരുടെ അല്ല സാർ, വിദ്യാർത്ഥികളുടെ കരൾ കരിയുന്ന അന്തരീക്ഷമാണ് സാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ സംഭരിക്കുന്നത് പച്ചക്കറി അല്ല സാർ, പച്ച നോട്ടുകളാണ്. അല്ല, ഇത്രയും ബഹളങ്ങൾ ഉണ്ടായിട്ടും അങ്ങ് മാത്രം എന്താണ് മിണ്ടാത്തത് രാജേട്ട? BJPയുടെ ഒരേയൊരു ശബ്ദമാണ് അങ്ങ്. ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ ആൾരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തോ